എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡിംഗ് പേജ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് യൂസേഴ്സ് വന്ന് ലാൻഡ് ചെയ്യുന്നത് ഹോം പേജുകളിലാണ്. എന്നാൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി റിസൾട്ടുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും കൂടുതലും കൺവേർഷൻസ് കിടക്കാൻ ഇപ്പോൾ സെയിൽസ് പേജുകളുണ്ട്, ലാൻഡിംഗ് പേജുകളുണ്ട്, ഹോം പേജുകളുണ്ട്. അപ്പോൾ ഈ ഹൈ കൺവേർട്ടിംഗ് ലാൻഡിംഗ് പേജസ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ഏരിയ തന്നെയുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ക്യാപ്ചർ ചെയ്യണമെങ്കിലോ ആ ഡീറ്റെയിൽസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജാണ്. അവിടെ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി നൽകുന്ന മറ്റ് സർവീസുകളൊന്നും ഉണ്ടാവില്ല. സ്പെസിഫിക് ആയിട്ട് എന്താണോ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊടുക്കുന്ന പേജ്, അവിടെ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റിയുള്ള ആ ഡീറ്റെയിലുകൾ മാത്രം നൽകിക്കൊണ്ടുള്ള ഒരു പേജ് ഉണ്ടാവും. അവിടെ മറ്റു കാര്യങ്ങളോ മറ്റു കോഴ്സസിനെ പറ്റിയൊന്നും ഉണ്ടല്ല. ഫുള്ളി ഈ കോഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ആരൊക്കെ പഠിച്ചു, അതിൻ്റെ ടെസ്റ്റിമോണിയൽസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പേജുകളെയാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രോഡക്റ്റ് പേജുകളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിന് വേണ്ടി ആ പ്രോഡക്റ്റ് വാങ്ങിയവരുടെ റിവ്യൂസ്, ആ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് കളർ വേരിയേഷൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിംഗിൾ പേജ്, ഇതിനെയാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഓൺ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹോസ്റ്റിംഗർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഡൊമൈനും ഹോസ്റ്റിങ്ങും വാങ്ങുന്ന ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഹോസ്റ്റിംഗർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒരു ലാൻഡിംഗ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹോസ്റ്റിംഗർ ഇതിനു മുന്നേ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഹോസ്റ്റിംഗർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്താൽ ഡൊമൈൻ നിങ്ങൾക്ക് ഫ്രീ കിട്ടും, ഫ്രീ SSL കിട്ടും, അതുപോലെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ഹോസ്റ്റിംഗറുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പോകാം, എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. ഫുള്ളി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹോസ്റ്റിംഗറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഹോസ്റ്റിംഗറിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് ഇവരുടെ ഒരു ലാൻഡിംഗ് പേജാണ് ആക്ച്വലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലാൻഡിംഗ് പേജിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ കൂടുതലും കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ഇവിടെ ഇപ്പോൾ നോക്കാം. ഈ ഒരു ലാൻഡിംഗ് പേജിൽ ബ്ലാക്ക് ഫ്രൈഡേ പ്രൈസ് എന്നുള്ളൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണെങ്കിലും ബ്ലാക്ക് ഫ്രൈഡേ ആണ് ഇപ്പോൾ ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. അപ്പം അതിനുവേണ്ടി അവർ കണ്ടക്ട് ചെയ്യുന്ന ഓഫേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഗോ ഫോർ ഇറ്റിൽ ക്ലിക്ക് ചെയ്താലും ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ളത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ ഒരു ലാൻഡിംഗ് പേജ് ഹോം പേജിൽ തന്നെ വരുത്തിയിരിക്കുന്ന ഒരു ലാൻഡിംഗ് പേജാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ എടുക്കാം. നിങ്ങൾക്ക് 139 രൂപ ഒക്കെ മാസം ഹോസ്റ്റിങ്ങിന് വരുന്നത്. അത് 70% നമുക്ക് സേവിങ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളിത് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ ഒക്കെ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് വരുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ആഡ് ടു കാർട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, 48 മാസത്തെ പ്ലാൻ എടുക്കുമ്പോഴാണ് നമുക്ക് 70% ഡിസ്കൗണ്ടിൽ ഇത് കാണിക്കുന്നത്. അതായത് 139 രൂപ എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ വരുന്നത് അറൗണ്ട് 6000 സംതിങ് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാൻ. ഇത് ബ്ലാക്ക് ഫ്രൈഡേ റിലേറ്റഡ് ആയിട്ട് ഇവർ നടത്തുന്ന ഒരു ഓഫറാണ്. അപ്പോൾ അതിൽ നമ്മളപ്പോൾ ആ ലാൻഡിംഗ് പേജിൽ നിന്ന് ഡൈവേർട്ടായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന അവരുടെ ഒരു സെയിൽസ് കൺവേർഷൻ പേജും ഇത് അവരുടെ ഒരു ചെക്കൗട്ട് പേജ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവരുടെ പ്ലാൻ ഇനി ഇത്രയും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 249 പ്ലാൻ എടുക്കാം, 1 വർഷത്തെ പ്ലാൻ എടുക്കാം. അതിനുമുണ്ട് കുറച്ച് ഡിസ്കൗണ്ട്. 459 നിന്ന് കുറഞ്ഞ് 249, അറൗണ്ട് 3000 രൂപയുടെ അടുത്ത് നമുക്ക് കോസ്റ്റ് വരികയുള്ളൂ. പിന്നെ ഇവർക്ക് ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് 100 വെബ്സൈറ്റുകൾ വരെ നമുക്കിപ്പോൾ ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ എടുത്താൽ വേറൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൊമൈൻ വാങ്ങിയാൽ ഇതിൽ കണക്ട് ചെയ്യാം. പിന്നെ ഫ്രീ ഇമെയിൽ ഉണ്ടാവും, ഫ്രീ SSL സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിന് അറൗണ്ട് 855 രൂപ വാല്യൂ വരുന്ന ഒരു സർവീസാണ്.
അതുപോലെ തന്നെ ഫ്രീ ഡൊമൈൻ ഉണ്ട്. നമുക്കൊരു ഡൊമൈൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഈ ഹോസ്റ്റിങ്ങിൽ കണക്ട് ചെയ്യുക. അതിന് ഒരു 600 സംതിങ് രൂപ അതിന് വരും, അതും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. പിന്നെയുള്ളത് മാനേജർ വേർഡ്പ്രസ് ആണ്. പിന്നെ 30 days മണി ബാക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് ഇവർ. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പറ്റത്തില്ല എങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ ഇത് റിട്ടേൺ കൊടുത്ത് നമുക്ക് നമ്മുടെ പൈസ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹോസ്റ്റിങ്ങർ. അപ്പോൾ ഈ ഒരു ലാൻഡിംഗ് പേജും കൂടെ മനസ്സിലാക്കുക, ഇതൊരു ബ്ലാക്ക് ഫ്രൈഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെയിലിൻ്റെ ലാൻഡിംഗ് പേജ്. അപ്പോൾ കൂടുതലും അതിനെപ്പറ്റി മാത്രമുള്ള ഡീറ്റെയിൽ. ഇനി നമ്മളൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തുന്നു. ഈ ഒരു വെബ്സൈറ്റിൽ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേർഡ്പ്രസ് ഏരിയ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വേർഡ്പ്രസിൻ്റെ ബാക്ക് എൻഡ് ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ലേണിംഗ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ ഈ കാണുന്ന പേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോം പേജാണ് ഈ കാണുന്നത്. സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഒരു ഹോം പേജാണ് ഈ കാണുന്നത്. എന്നാൽ ഈ ഹോം പേജ് അല്ലാതെ നമുക്ക് മറ്റൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം, ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനെന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക? നമുക്ക് ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ശരിക്കും പേജസിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. പക്ഷേ നമുക്ക് ഈ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചില വെബ്സൈറ്റ് ബിൽഡിംഗ് ടൂൾസിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ വെബ്സൈറ്റ് ബിൽഡിംഗ് ടൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ടൂൾ എന്ന് പറയുന്ന ഒന്നാണ് എലമെൻറ്റർ. എലമെൻറ്ററിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഒരുപാട് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എലമെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ വേർഡ്പ്രസ് ഉപയോഗിക്കുന്നവർക്കറിയാം. നിങ്ങൾ വീഡിയോ ഫുൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പ്ലഗിൻസ് ഒക്കെ എന്താണെന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവും. എങ്കിലും ഞാൻ പറയുകയാണ്, പ്ലഗിൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മുടെ ഫോണിലൊക്കെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പല പല പ്ലഗിനുകൾ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൊരു പ്ലഗിനാണ് എലമെൻറ്റർ എന്ന് പറയുന്ന പ്ലഗിൻ. ഇനി ഇത് കൂടാതെ തന്നെ ഞാൻ മറ്റൊരു പ്ലഗിനും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിനുമാണ്. ഇത് ഒരുപാട് ഡിസൈൻസ്, നമുക്ക് ടെംപ്ലേറ്റുകൾ, ഒരുപാട് ഡിസൈൻസ് നൽകുന്ന ഒരു പ്ലഗിനാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ആണ് ഞാൻ കൂടുതലും ലാൻഡിംഗ് പേജുകളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇത് എലമെൻറ്ററുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ പ്ലഗിനുകളും അത് മറ്റ് പ്ലഗിനുകളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേർഡ്പ്രസ് വേർഷനുമായിട്ടോ കോമ്പാറ്റബിളും ആയിരിക്കണം. അത് നമ്മൾ സാധാരണ ഇപ്പോൾ പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലഗിനോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു പുതിയൊരു പ്ലഗിൻ ആഡ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ആഡ് ന്യൂ കൊടുക്കുന്നു. ഇപ്പോൾ ആഡ് ന്യൂവിൽ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പ്ലഗിനുകൾ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസിൻ്റെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ ഐഫോൺ സ്റ്റോറിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് ആപ്സ് പോലെ ഇവിടെ പ്ലഗിനുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിന് താഴെ ഇത് എഴുതിയിട്ടും ഉണ്ടാവും കോമ്പാറ്റബിൾ വിത്ത് യുവർ വേർഡ്പ്രസ് വേർഷൻ, കോമ്പാറ്റബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള പ്ലഗിൻസ് ആയിരിക്കണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലഗിൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മലയാളം ഇനേബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് ഞാനിപ്പം ഇട്ടിട്ടുള്ളത് കൊണ്ട് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആക്കിയിട്ടുള്ളത് കൊണ്ട് അതിവിടെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ എലമെൻറ്ററും ഉണ്ട്. എലമെൻറ്റർ എന്നുള്ളത് എലമെൻറ്ററിൻ്റെ ഫ്രീ വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എലമെൻറ്ററൊക്കെ പെയ്ഡ് ആക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഫോണിൽ ആപ്പൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ പ്ലഗിനുകളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ അപ്ഡേറ്റിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പ്ലഗിൻസൊക്കെ ഇതുപോലെ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് അതിൻ്റെ അപ്ഡേറ്റ് അവിടെ ഉണ്ടാവും. ജസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളുടെ ഫീച്ചറിലേക്ക് പോകാം. ഇപ്പോൾ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു എലമെൻറ്റർ എന്നുള്ളൊരു കാര്യം ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് മറ്റ് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പ്ലഗിൻസും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, ഇതിപ്പോൾ ഞാൻ എലമെൻറ്റർ ഉപയോഗിച്ച് elementor.com എന്നുള്ളതാണ്. പിന്നെ പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ പല ബ്ലോഗുകളിലും നമുക്ക് പല പല പ്ലഗിനുകളെക്കുറിച്ചും നല്ല പ്ലഗിനുകളെക്കുറിച്ചുമൊക്കെ അറിയാൻ സാധിക്കും. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണ് നമ്മൾക്കിത് ഉപയോഗിക്കണോ വേണ്ടതെന്നൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചാൽ അത് എത്രത്തോളം ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ തന്നെ എസെൻഷ്യൽ ആഡ് ഓൺസ് ഫോർ എലമെൻറ്ററിന് സഹായമാവുന്ന കുറേ ആഡ് ഓൺസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിൻ വേറൊരെണ്ണമുണ്ട്.
അത് മറ്റൊരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. WP ഡെവലപ്പർ എന്ന് പറയുന്ന കമ്പനിയാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനും അറൗണ്ട് 1 million+ ഇൻസ്റ്റാളേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇതിനെപ്പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബ് ട്യൂട്ടോറിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഉണ്ട്, നമുക്കിവിടെ ഒരുപാട് പ്ലഗിനും കിട്ടും എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്ലഗിൻസ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യരുത്. നമ്മുടെ ലോഡിംഗ് സ്പീഡിനെ, വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡിനെയൊക്കെ അത് ബാധിക്കും. നമുക്കത് SEO ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അതുകൊണ്ട് ആവശ്യമുള്ള പ്ലഗിനുകൾ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നമ്മളുടെ ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ലാൻഡിംഗ് പേജ്. അതിന് ഞാൻ പേജസ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വന്ന് ആഡ് ന്യൂ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജിൻ്റെ പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. നമുക്കൊരു പേര് കൊടുക്കാം. നമുക്ക് എന്ത് കൊടുക്കാം? നമുക്കൊരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അറ്റ് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഓഫർ വിത്ത് ഹോസ്റ്റിംഗർ, ഇങ്ങനെയാണ് നമ്മളൊരു പേര് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ, ഇത് ഞാനൊരു പേജിൻ്റെ പേര് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പേജും ഇതിൻ്റെ ബാക്കി ഡിസൈൻസുമൊക്കെ വേർഡ്പ്രസിൻ്റെ അല്ലെങ്കിൽ തീമിൻ്റെ ഡിസൈൻ വെച്ചിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ എലമെൻ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും അതിവിടെ ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് ഈ പേജിനെ എലമെൻ്റർ വെച്ച് ഡിസൈൻ ചെയ്യണോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മളെ എലമെൻ്ററിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ആ ഏരിയയിൽ നിന്ന് എലമെൻ്ററിലേക്ക്. ഇപ്പോൾ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ നമ്മുടെ മെയിനായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്കല്ലാതെ വേറെ ഒരു പേജ്, ആ വെബ്സൈറ്റിൻ്റെ ഹോം, ഇതെല്ലാം ഇവിടെയുണ്ട്. പക്ഷെ നമുക്കിതൊന്നും വേണ്ട. ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തൊരു പേജാണ്. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, എലമെൻ്ററിൽ തന്നെ എലമെൻ്ററിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നന്നായിരിക്കും. ഈ എലമെൻ്ററിൻ്റെ സെറ്റിങ്സിൽ തന്നെ പേജ് ലേഔട്ട് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. പേജ് ലേഔട്ടിൽ എലമെൻ്റർ ഫുൾ വിഡ്ത്ത് എന്നുള്ളതോ അല്ലെങ്കിൽ എലമെൻ്റർ ക്യാൻവാസ് എന്നുള്ളതോ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് എലമെൻ്റർ ക്യാൻവാസ് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ വേറെ ഒന്നുമില്ല, എലമെൻ്ററിൻ്റെ ഒരു പേജ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പല പല ബ്ലോക്കുകളായിട്ടും പല പല ഡിസൈനുകളും നമുക്ക് ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിസൈനുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്നത് എലമെൻ്ററിൻ്റെ തന്നെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഈ കാണുന്നത് നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് തരുന്ന കുറച്ച് ഡിസൈൻസുമാണ്. നമ്മളിപ്പോൾ എലമെൻ്ററിൻ്റെ തന്നെ കുറച്ച് ഡിസൈൻസ് ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ എലമെൻ്റർ നൽകുന്ന ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസും പ്രോ ഡിസൈൻസും ഉണ്ട്. പ്രോ ഡിസൈൻസ് അപ്പം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, എലമെൻ്റർ എന്തിനാണ് ഫ്രീ ആയിട്ട് പ്ലഗിൻ തരുന്നത്? അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രോ വേർഷനാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എലമെൻ്ററിൻ്റെ പ്രോ വേർഷൻ എടുക്കാനായിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം ഫ്രീയിലുള്ളത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്രീ വേർഷൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു പേജ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ആ പേജ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വെറുതെ ഇൻസേർട്ട് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ പേജിലേക്ക് ഈ ഡിസൈൻ അങ്ങ് ഇൻസേർട്ട് ആവും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പോൾ ആ ഡിസൈൻ ഇവിടെ ഇൻസേർട്ടായി, കണ്ടോളുക. ഇപ്പോൾ ഈ ഡിസൈൻ ഇവിടെ നമുക്ക് ഇൻസേർട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് വെറുതെ നമുക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അറ്റ് ഹോസ്റ്റിംഗർ എന്നിങ്ങനെ കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഹോസ്റ്റിംഗറുടെ ഇതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊക്കെ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ എടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് എടുക്കും. നിങ്ങളങ്ങനെ ചെയ്ത് നിങ്ങൾ എഴുതിയെടുക്കണം. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് മാത്രം ഞാൻ അതിനെ ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ,
പിന്നെയുള്ളത് നമ്മുടെ ഇവിടുത്തെ ഈ ഓരോ ബ്ലോക്കിലും ഈ കാണുന്നതിനകത്ത് തന്നെ ഇതൊരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിൽ തന്നെ 3 ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇത് ഓരോന്നിനെയും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നുള്ളതിൻ്റെ ഈ ഒരു സംഭവം, ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റൈല് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഇവിടെ വൈറ്റ് ആണ്. അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് കൂട്ടാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ സൈസ് കൂട്ടാം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫീച്ചറോ കാര്യങ്ങളോ നമുക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം അങ്ങനെ ഓരോ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് എലമെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഇമേജസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഹോസ്റ്റിങ്ങിൻ്റെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ എന്താണോ ആ ഇമേജ് ആണോ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഇമേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എഴുതാം ജസ്റ്റ് Hostinger is one of the best and good platform to create a beautiful website എന്ന് ജസ്റ്റ് നമ്മളുടേതായ രീതിയിലുള്ള നമ്മുടെ സൈറ്റിൽ ആരെങ്കിലും എഴുതിയിരുന്ന ഒരു റിവ്യൂസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സബ്മിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ സുബിൻ യൂസഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് നമ്മുടെ ഒരു പ്രൊഫൈൽ കൊടുക്കുന്നു. ഇതുപോലെ മറ്റാരുടെയെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒരു ലാൻഡിങ് പേജിനെ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞതാണ്. ഇനിയുള്ളത് ഈ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ടു സെറ്റപ്പ് എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇവിടെ നമ്മളും എഴുതാൻ പോകുന്നു എന്ത്, ഈസി ടു സെറ്റപ്പ്. ഓക്കെ, അടുത്ത എന്തുണ്ട്, അതിൻ്റെ താഴെ സിംപ്ലി ഫാസ്റ്റ് വെബ്സൈറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കത് എഴുതാം. നിങ്ങൾ നോക്കുക, ഇത് എലമെൻ്റർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ലോഡിങ് ഇങ്ങനെ. ഇനി ഈ ഇമേജുകൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിനി ആ ഇമേജും ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇമേജും ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ താഴെ ടെക്സ്റ്റ് ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. ഇങ്ങനെ ഇത് മാത്രം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ലാൻഡിംഗ് പേജുകളിലുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ, നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റുന്ന ലാൻഡിംഗ് പേജിനുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അത് മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ലാൻഡിംഗ് പേജ് ആവും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പേജ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാവ് എ ലുക്ക് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ നമുക്ക് ഹെഡർ ഇല്ല, മനസ്സിലായി, ഹോം, എബൌട്ട്, കോൺടാക്റ്റസ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അറ്റ് ഹോസ്റ്റിങ്ങർ എന്ന് പറയുന്ന ഒരു ഡീറ്റെയിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ആ ഡീറ്റെയിലും ഇത് മാത്രം അടങ്ങുന്ന ഒരു പേജായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ ഒരു CTA ബട്ടണും ഉണ്ട്. ഇതൊരു ക്ലിക്ക് ടു ആക്ഷൻ ആണ്. ഈ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ലാൻഡിംഗ് പേജിൽ എത്തിയ ആളുകൾ ക്ലിക്ക് ചെയ്താൽ അവർ എങ്ങോട്ടേക്കാണ് വരേണ്ടത്, ഈ ഒരു ഡീറ്റെയിൽ ആണ്. മറിച്ച് നമ്മളുടെ മെയിൻ വെബ്സൈറ്റ് ഏതാണ്, ഇതാണ്. ഈ വെബ്സൈറ്റിലെ തന്നെ മറ്റൊരു പേജാണ് ഇത്. പക്ഷേ രണ്ട് ഡിസൈൻസും തമ്മിൽ വ്യത്യാസമാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഗൂഗിൾ ആഡ് റൺ ചെയ്യുമെങ്കിലോ ഫേസ്ബുക്കിലാണെങ്കിലോ ഒക്കെ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എലമെൻ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇനി എലമെൻ്റർ അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുമൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലാൻഡിംഗ് പേജുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ലാൻഡിംഗ് പേജുകൾ ചെയ്ത് പഠിക്കുക. ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ലോങ് ടൈം എടുത്ത് നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു പേജ് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. എനിവേ നിങ്ങൾ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഒരു സപ്പോർട്ട് ലഭിക്കാനും ഒക്കെ ഗുണം ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഹോസ്റ്റിങ്ങർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് മറക്കണ്ട. അതുപോലെ കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു ലാൻഡിംഗ് പേജിൻ്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരു ലാൻഡിംഗ് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഇതുപോലെ ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രൈസിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പോകാം. കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ യൂസഫ്.